എനിക്ക് കൃഷിയില്ല. ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ആനാപ്പാടി, ആപ്പിൾ മാങ്ങ, മുന്തിരിങ്ങ മാങ്ങ, പേരയ്ക്ക മാങ്ങ എന്നിങ്ങനെ വിവിധതരം മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരം. ഇതോടൊപ്പം വിപുലമായ ഷോപ്പിംഗ് മേള. ഈ ഇൻട്രോയിൽ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ട് കാണും അല്ലേ? അതെ, നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു റംബൂട്ടാൻ ഫെസ്റ്റും മാമ്പഴമേളയും നടക്കുന്നുണ്ട്. ജൂലൈ 3 മുതൽ 14 വരെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. 30 രൂപയാണ് എൻ്റെ ടിക്കറ്റിന് വരുന്നത്. സമയമാണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഏകദേശം 15ഓളം വെറൈറ്റി റംബൂട്ടാനും അതുപോലെ തന്നെ 15ഓളം മാമ്പഴങ്ങളുമാണ് ഇന്ന് അവിടെ ഞാൻ കണ്ടത്. ഈ റംബൂട്ടാനിൽ ഇത്രയധികം വെറൈറ്റി ഉണ്ടെന്ന് ഈ എക്സ്പോയ്ക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തെല്ലാം വെറൈറ്റികളാണ് അവിടെ കണ്ടത്. ലങ്കൻ വരിക്ക, യെല്ലോ കൂഴ, നാടൻ റോസ്, N80, ഹൈബ്രിഡ്, E35, മലേഷ്യൻ യെല്ലോ, മൽവാന, ഇന്ത്യൻ വരിക്ക, പിന്നെ നമ്മുടെ നാടൻ നല്ല ചുമന്ന ഡ്രാഗൺ ഫ്രൂട്ടും അവിടെ സെയിലിനുണ്ടായിരുന്നു. 200 രൂപയാണ് കിലോ. പുറത്ത് എന്ത് വിലയാണെന്ന് എനിക്കറിയില്ല. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും റംബൂട്ടാൻ ആയാലും മാങ്ങ ആയാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ തിരുവല്ലക്കാരൻ അനൂപ് ആന്റണി സാറിനെ അവിടെ വെച്ച് ഞാൻ കണ്ടത്. അദ്ദേഹം മോദിജിയുടെ വളരെ അടുത്ത ആളാണ്. എന്നാൽ അതിൻ്റെ ഒരു ജാടയും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു യുവ നേതാവ്. ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ തന്നെ പിന്നെന്താ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ചെറിയൊരു ബൈറ്റും തരികയും ചെയ്തു. സാറിൻ്റെ നാട്ടിലല്ലേ റംബൂട്ടാനൊക്കെ ഉള്ളത്? സാറ് ഇവിടെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് കയറിയതായിരിക്കും. സാറിനുണ്ടോ ഇതിൻ്റെ കൃഷിയോ? എനിക്ക് കൃഷിയില്ല. ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. പ്രോപ്പർ സ്ഥലം തിരുവല്ല. ഈ പത്തനംതിട്ട സൈഡിലാണ് കൂടുതൽ. പത്തനംതിട്ട സൈഡിൽ മലകളോട് പോകുമ്പോൾ കൂടുതലുണ്ട്. റാന്നി സൈഡിലൊക്കെയാണ് റംബൂട്ടാൻ കൂടുതൽ വരുന്നത്. താങ്ക് യു സർ. അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ടി വിയിലും മറ്റുമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മാങ്ങയുടെ സെക്ഷനിലോട്ട് കയറുകയാണ് ചെയ്തത്. ഈ മാമ്പഴത്തിൽ ഒരുപാട് വെറൈറ്റി ഉള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷെ അതിൽ വളരെ കുറച്ച് വെറൈറ്റി മാത്രമേ ഇവിടെ കണ്ടുള്ളായിരുന്നു. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടത് നീലം, പ്രിയൂർ, മൽഗോവ, മല്ലിക, നാടൻ വരിക്ക, അതായത് കോട്ടുക്കോണം. ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് കോട്ടുക്കോണം മാങ്ങ വളരെ സ്പെഷ്യലാണ്. സേലം, പിന്നെ ആപ്പിൾ മാങ്ങ, കരിനീലം, വെള്ളക്കപ്പ, സപ്പോട്ട മാങ്ങ, റൊമേനിയ, പിന്നെ പുതിയ പേരുള്ള ഒരു മാങ്ങയും കണ്ടു. ഗുദാദത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നും അറിയില്ല. നല്ല വലുപ്പമുള്ള മാങ്ങയായിരുന്നു അത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊത്തില്ല. പിന്നെ അവിടെ ഒരു മാങ്ങ കാലാപ്പാടി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അത് തെറ്റാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കലപ്പാടി എന്നല്ല ശരിയായ പേര്, എന്തോ അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് തന്നെ ഒരു ജ്യൂസ് സെൻ്ററും ഉണ്ട്. അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെതും മാംഗോ ജ്യൂസുമാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. കോമൺ ആയിട്ട് എല്ലാ എക്സ്പോയിലും കാണുന്ന കുറേ ഷോപ്പുകളും ഇതിൻ്റെ കൂട്ടത്തിലും അവർ ഷോപ്പിങ്ങിനായിട്ട് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പോയി കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.